5 സീക്രട്ട് പ്ലേസസ് ആണ് കാപ്പാക്കിയത്. ഇപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു. പിന്നെ നമ്മൾ 5 സീക്രട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ മറ്റേ അപ്ഡേറ്റ് വന്നപ്പോൾ എല്ലായിടത്തും സിറ്റി ഫുള്ള് മഞ്ഞായിരുന്നു. അതുകൊണ്ട് വേറെ ഇത് അപ്ഡേറ്റ് പോകുമ്പോഴും ആ മഞ്ഞുള്ളൊരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഹൗസ് വാങ്ങിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് എന്തായിരുന്നു പറയാനുള്ളത്, ചെന്നിട്ട് 5 സീക്രട്ട് പ്ലേസസ് ഉണ്ട്. ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്ഥലം, പിന്നെ ഒരു സബ്മറൈൻ ഷിപ്പ്, പിന്നെ ഒരു ഓഡിറ്റോറിയം പോലത്തെ സ്ഥലം, പിന്നെ ഒരു എയർപോർട്ട്. ഇതൊക്കെ ഗൈസ് വന്നപ്പോൾ തന്നെ ഇടിച്ചു നമ്മൾ. ഓക്കെ, നമുക്ക് ബാഗ് എടുക്കട്ടെ. വല്ല പറ്റിയാന്നറിയില്ല. ഓക്കെ, ഒന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ ആ മഞ്ഞ് എപ്പോഴും ഉള്ള പ്ലേസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സിറ്റി 1 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണും. എന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് പോകുമ്പോൾ ഇങ്ങനെ വര കാണും. 2 എണ്ണം ഉള്ളത്. അതിലിത് ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പം ഞാനങ്ങ് പോവാണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് ചിലപ്പോൾ ഈ ക്രിസ്മസിൻ്റെ എല്ലാം പോകും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് വന്നോളൂ. ക്രിസ്മസിൻ്റെ എല്ലാം പോകുമ്പോൾ ഇവിടെ വന്നോളണം. അപ്പോൾ ഇവിടുത്തെ മഞ്ഞ് ഒരിക്കലും പോകാത്ത രീതിയിൽ എപ്പോഴും ഉണ്ടാവും. ഇനി അഡ്മിനെങ്ങാനും മാറ്റിയാൽ മാത്രം പോകും. ഇടിച്ച് ഒന്നും പറ്റില്ല. ഇതുപോലത്തെ വണ്ടി ഉണ്ടാകുന്നത് എനിക്ക് എന്താണ്, ഇതുപോലത്തെ വണ്ടി ഞാൻ കുറേ പേരുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിൻ വലുതായത് പ്രീമിയം ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കി വേണ്ടി പൊളിച്ചേനെ. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലത്തെ സ്കിന്നേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പിന്നെ വേറൊന്നുമില്ല. നമ്മൾ തല എത്താറായി. ജസ്റ്റ് പിടിച്ചാണ്. ഓക്കെ ഗൈസ്, നിർത്തുന്നുണ്ട്. കാറിൻ്റെ ഇതിൽ പോകുക, ഇതിടുക. ഓക്കെ, ഞാൻ ഇപ്പം എത്തും മഞ്ഞ സ്ഥലം. കാർ പെട്രോൾ ഇല്ലല്ലോ. പെട്രോൾ അടിക്കുന്ന എവിടെയും തപ്പട്ടെ. അതെ, നേരെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ മഞ്ഞുള്ള സ്ഥലം. ഇനി ഞാൻ അടുത്തേക്ക് ആ കൊട്ടാരം പോലത്തെ സ്ഥലം കാണിച്ചു തരാം. ആ പാട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഫ്യൂവലിൽ ഫുള്ളടിക്കാം. ഫുള്ളടിച്ചിട്ട് പിന്നെ നിങ്ങൾ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്ത് നോക്കാം. ഇത് പ്രോ ആകാൻ നിങ്ങൾ സഹായിക്കും. ഇതാണ്, പക്ഷെ എനിക്ക് വർക്കാവില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ ഇതിൽ വർക്കാവും. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് വർക്കാവില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ചെല്ലാൻ പോവാണ് സ്ഥലത്തേക്ക്. എന്ന് വെച്ചാൽ ആ സീക്രട്ട് പ്ലേസിലേക്ക് പറഞ്ഞാൽ മറ്റേ ബംഗ്ലാവ് അങ്ങനെ കൊട്ടാരം പോലെ ഇരിക്കുന്നു. ഇതാണത് ആ സ്ഥലം. നമ്മുടെ സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ കാണിക്കുന്ന സ്ഥലം. ഓക്കെ, ഇനി അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു വഴിയുണ്ടല്ലോ. അതാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടാകും. പിന്നെ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ അകത്തുള്ള പെട്ടികളൊക്കെ എവിടെയാണെന്നൊക്കെ ഞാൻ ഇത്തിരി പറഞ്ഞു. പിന്നെ 88 ഗിഫ്റ്റ് ബോക്സ് എന്ന് ഇതിനകത്ത് അടിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് 88 ഗിഫ്റ്റ് ബോക്സ് എവിടെയൊക്കെയാണെന്ന് കാണാൻ പറ്റും. ആ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കാർ പാർക്കിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. സബ്മറൈൻ്റെ അടുത്തേക്ക് നമുക്ക് ആദ്യം പോകാം. എന്നാൽ സബ്മറൈൻ്റെ അടുത്ത് പോകാം. സബ്മറൈൻ്റെ അടുത്ത് പോയിട്ട് അവിടെയും ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് ഞാൻ കാണിക്കാം. റോട്ടിൽ പിടിച്ച് വെക്കാം. ഇവിടെ തന്നെ ഒരു റോഡുണ്ട്. ശരിയാണ്, കഴിഞ്ഞ അപ്ഡേറ്റിലൊക്കെ റോഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അപ്ഡേറ്റിലായിരുന്നു റോഡ്. എപ്പോഴോ റോഡൊക്കെ ഇവിടെ കാണാമായിരുന്നു. ശരിക്കും ഇപ്പോൾ പൊളിയായിരുന്നു. പിന്നെ അതേ ഇരിക്കുന്നു മിതിപ്പെട്ടി. എന്തായാലും ഞങ്ങൾ ചെന്നിട്ട് മിതിപ്പെട്ടി എടുത്തു 13,000. ഓക്കെ, ഞാൻ റോട്ടിൽ പിടിച്ച് വെക്കുക. ഇനി ഞാൻ ആ കൊട്ടാരം ഉള്ളിൽ കാണിക്കാം. പോകുമ്പോൾ ഇവിടെ എങ്ങാണ്ടുമായിട്ടൊരു വെട്ടിയും കൂടി ഉണ്ട്. അതെവിടെ ഞാൻ മാറുന്നു നോക്കട്ടെ. എന്തോ ഒരു സാധനത്തിൻ്റെ അകത്തായിട്ട് ഇതിൻ്റെ അകത്തൊരു വെട്ടിയുണ്ട്. കാണിച്ചത് മാത്രമല്ല, ഇനി 2 വെട്ടിയും കൂടി കാണിക്കുന്നുണ്ട്. അത് ഈ നിൽക്കുന്ന എല്ലാം നമ്മൾ സീക്രട്ട് പ്ലേസിലും കൂടിയാണ്. ഫ്രണ്ടിലെത്തിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇനി നമുക്ക് ആ സബ്മറൈൻ്റെ അടുത്ത് തന്നെ ഒരു ഇതുണ്ട്, ഷിപ്പ്. ആ ഷിപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ പോകാൻ നോക്കുന്നത്. ആ ഷിപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് തപ്പണം. ഇവിടെ വീഴാനാണ് സാധ്യത. സബ്മറൈൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഇവിടെ കാണാനില്ല. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ കാണാനില്ല. സബ്മറൈനാ ഇവിടെ ഷിപ്പ് എന്താണ്ട് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി സബ്മറൈൻ്റെ പുറകിട്ട് പോയി. തപ്പട്ടെ, ഞങ്ങൾക്കെല്ലാം കാണിക്കും. നേരെ പോയ ഇഗ്ലൂ ഹൗസോ എന്തോ ഒരു സാധനമുണ്ട്. അത് എയർപോർട്ടാണോ? ആ എയർപോർട്ടാണോ? അങ്ങോട്ട് ചെല്ലാൻ പറ്റും. എന്നാൽ അങ്ങോട്ട് പോവാം. ഓക്കെ, എന്തായാലും ഷിപ്പ് കണ്ടിട്ട് 5 സെക്കൻഡ് പോയി കേട്ടോ. ഓ, എൻജിൻ ഡാമേജ് ആയി. സ്പീഡ് വിടാനും പറ്റുന്നില്ല. ഇങ്ങനെ ആക്കാം. ഞാനിങ്ങനെ ഓടിച്ചപ്പോഴേ എനിക്ക് ഗിയർ മാറ്റുമ്പോൾ ഒരിത് പൊള്ളിയത്. ഇപ്പം ഏറ്റവും ചീത്ത ഗിയറാണ്. ഒന്ന് മാറ്റി
വർക്കാകുന്നില്ല. അതായത് ഞാൻ ഇനി ഇഗ്ലൂ ഹൗസ് മാർക്ക് ചെയ്യാം. ഇഗ്ലൂ ഹൗസിൽ പോവാം. ഇഗ്ലൂ ഹൗസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊക്കത്ത് കയറാത്തതുകൊണ്ടാണ് ഷിപ്പ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് 4 ടിക്കറ്റ് പൈസ ഉണ്ടാവുള്ളൂ. അതിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതും ഓഡിറ്റോറിയത്തിൽ ഇതില്ലാത്തതുകൊണ്ട് ഇതുണ്ട്. നിങ്ങളല്ല ഈ ഗിഫ്റ്റ് ബോക്സോ ഇതെല്ലാം അറിയാവുന്നവരാണ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഈ ഗ്ലോസ് അല്ല മറ്റേ എയർപോർട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ അതുപോലെ തോന്നി, അങ്ങനെ പറഞ്ഞു. ഉള്ളിലാക്കിയിട്ടുണ്ട്. കുടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ആക്കി കയറി പെട്ടി എടുത്തിട്ട് നമുക്ക് പോവാം. കേരളത്തിൽ പിന്നെ എൻ്റെ വേറൊരു മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 17 കിട്ടി. ഇനി ഇതാണ് എയർപോർട്ട്. പിന്നെ നമ്മുടെ വേറെ അത് ലൈറ്റ് ഹൗസ് ഇവിടെയാണ് തോന്നുന്നു. ലൈറ്റ് ഹൗസ് പോവാം. ഞാൻ തീരുമാനിച്ചല്ലായിരുന്നു, പക്ഷെ എന്തായാലും ഒരു പ്ലേസ് കാണാത്തത് കൊണ്ട് നമുക്ക് പോവാം. എന്നിട്ട് ഓഡിറ്റോറിയം പോവാം. ഓഡിറ്റോറിയം പോയി ഇപ്പോൾ സബ്മറൈൻ മറ്റേ സബ്മറൈൻ, പിന്നെ പാരസ്, പിന്നെ എയർപോർട്ട്, എനിക്ക് പോണ ഏതാ ലൈറ്റ് ഹൗസ്, ഓഡിറ്റോറിയം, 5. ഓക്കെ, കയറിയിട്ട് ലൈറ്റ് ഹൗസിൽ അങ്ങോട്ട് പോകണം. മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഓടിക്കണം. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ എത്തും. പാർട്ട് 2 ബാക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി പാർട്ട് 2 വരുന്നതാണ് ബാക്കി. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തുകയാണ്. ബൈ.